എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാഗി മുട്ട ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്നാക്സ് റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാൻ വരും. അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള വഴണ്ടി വന്നതും അതിലേക്ക് വെള്ളം ചേർക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാനിന്ന് മാഗിയുടെ 2 പീസ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മാഗി മസാല ചേർക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ നൂഡിൽസിൻ്റെ പീസ് പൊട്ടിച്ചിടുകയാണ്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരടപ്പിട്ട് മൂടിയിട്ട് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് ആറിച്ചെടുക്കണം. നൂഡിൽസ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ടയുടെ മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനായി ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിയില ഇത് ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ മുട്ടയുടെ മിക്സ് നമ്മൾ ആർച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടറും എണ്ണയും ചേർത്തിട്ട് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായ ഈ ഒരു മിക്സ് കല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീഡിയം തിക്നെസ്സിൽ പരത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിൽ 2 എണ്ണം വരുന്ന പോലെയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് കുറച്ചിട്ട് 3 എണ്ണം വരുന്ന പോലെയൊക്കെ ചെയ്തെടുക്കാം. അതൊക്കെ അവനവൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇത് കുക്ക് ആവണോടെ വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഏകദേശം 5 മുതൽ 7 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ സ്നാക്സ് റെസിപ്പി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറയണേ. പിന്നെ എപ്പോഴും പറയണ പോലെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.